ലോണൊക്കെ അടിച്ചു പൊളിച്ചാ? കേൾക്കുന്നില്ല? ഹലോ ഹലോ, can you hear me? Yes. ഓണൊക്കെ അടിച്ചു പൊളിച്ചോന്ന്? Oh, sir. ചെറുതായിട്ട്. എന്ത് പറ്റി ചെറുതായത്? ഞാൻ ഫയൽ ഒന്ന് ഷെയർ ആയിട്ട് ഒരു മിനിറ്റ് ട്ടാ. ആൾക്കാരെയും ജോയിൻ ചെയ്യാണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എത്ര 6 ചോദ്യങ്ങളല്ലേ ചെയ്തേ? ഓർമ്മ ഉണ്ടാ? 6 അല്ലേ? 4 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? 7ാമത്തെ ചോദ്യം വേഗം എഴുതിക്ക്. വേഗം എഴുതാ. 7th ക്വസ്റ്റ്യൻ പ്ലീസ്. പെട്ടെന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്ത വെൻ ഡയഗ്രാം ടൈപ്പ് സാധനം തന്നെയാണ്. ക്വസ്റ്റ്യൻ എഴുതാ ചെയ്യാം വേഗം. ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടല്ലോ അല്ലേ? Please write the question. മക്കളെ ഞാൻ ചെയ്യട്ടെ? യെസ്. എന്താ പറഞ്ഞിരിക്കുന്നേ? 800 പിള്ളേരുണ്ട് അല്ലെ? ഞാൻ വരയ്ക്കുന്ന വെൻ ഡയഗ്രാം കാണാൻ പറ്റാൻ നോക്കണേ. കാണുന്നുണ്ടോ? ഓക്കെ ഫൈൻ. സോ ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ഞാൻ അത് ചെയ്യാൻ പോവാണ്. അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ എഴുതി വിചാരിക്കുന്നു. 7ാമത്തെ ചോദ്യം അല്ലേ? ഔട്ട് ഓഫ് 800 സ്റ്റുഡൻസ് 224 പ്ലേഡ് ക്രിക്കറ്റ്. അപ്പൊ ക്രിക്കറ്റ് ഉണ്ട്.
പിന്നെ ഏതാ ഹോക്കി ഉണ്ട്, പിന്നെ ഏതാ ബാസ്കറ്റ് ബോൾ ഉണ്ട് അല്ലെ. അതില് 64 അല്ലല്ല, എല്ലാം കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം 24. അപ്പൊ ഇവിടെ 24 കൊടുത്തൂടെ? അതില് ക്രിക്കറ്റ്, ഒരു മിനിറ്റ്, 40 പ്ലേഡ് ക്രിക്കറ്റ് ആൻഡ് ഹോക്കി എന്ന് കാണുന്നുണ്ടോ? 40 പ്ലേഡ് ക്രിക്കറ്റ് ആൻഡ് ഹോക്കി. അപ്പൊ ക്രിക്കറ്റിലും ഹോക്കിയിലും കൂടെ 40 ആൾക്കാരെ പാടുള്ളൂ, ബാക്കി 16 അല്ലേ? ആണോ? ഹോക്കിയിലും ബാസ്കറ്റ് ബോളിലും കൂടെ 64 പേരെ പാടുള്ളൂ, 24 കഴിഞ്ഞു, ബാക്കി 40 അല്ലേ? പിന്നെ ക്രിക്കറ്റും ബാസ്കറ്റ് ബോളും 80 ആണ്. അപ്പം ക്രിക്കറ്റും ബാസ്കറ്റ് ബോളും 80 ആകുമ്പോൾ ഇവിടെ ഓൾറെഡി 24 ഉണ്ട്. 24 കഴിഞ്ഞാൽ പിന്നെ 80യിലേക്ക് ബാക്കി എത്ര ഉണ്ടാകും? 56 അല്ലേ? യെസ്. മൊത്തം ക്രിക്കറ്റിൽ 224 പേരാണ് കളിക്കുന്നത്. നോക്കണം, 224 പേരാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ ഇവിടെ 56ഉം 24ഉം 80ഉം 16ഉം 96 ആയിട്ടുണ്ട്. അപ്പൊ 224 96 കുറയ്ക്കും, നമുക്ക് 128 ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, മൊത്തം ഹോക്കി കളിക്കുന്ന ആൾക്കാരെ എണ്ണം 240 ആണ്. അപ്പൊ ഓൾറെഡി ഹോക്കിയിൽ 40 64ഉം 16ഉം 80 വന്നിട്ടുണ്ട്, ബാക്കി 160 ആൾക്കാർ ഇവിടെ ഉണ്ടാകും. മൊത്തം ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞു, ഹോക്കി പറഞ്ഞു 336 ആൾക്കാരാണ് എന്ത് ബാസ്കറ്റ് ബോൾ കളിക്കുന്നത്. അപ്പം ഇവിടെ 56ഉം 24ഉം 80ഉം 40ഉം 120 ഉണ്ട്, ബാക്കി 116. മൊത്തം 800 ആൾക്കാരാണുള്ളത്. അതിൽ പുറത്തുള്ള ആൾക്കാരുടെ എണ്ണമാണ് ചോദിച്ചത്. The number of boys who did not play any game ആയിട്ടുള്ള ഈ 3 സർക്കിളിന്റെയും പുറത്തുള്ള ആൾക്കാരുടെ എണ്ണത്തെ നമുക്ക് എന്തെടുക്കാം? എക്സ് എന്നെടുക്കാം. നമുക്കറിയാം ഇത് മൊത്തം ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 800 കിട്ടണം. നമുക്ക് കൂട്ടി നോക്കാം. ക്രിക്കറ്റിന്റെ മൊത്തം സർക്കിൾ കൂട്ടുമ്പോൾ നമുക്കറിയാം 224 കിട്ടും. അതിന്റെ കൂടെ ഈ ഒരു 116 ഉണ്ട്, അതിന്റെ കൂടെ ഈ ഒരു 160ഉം 40ഉം ഉണ്ട്, അത് 200 ആണ്. ഞാൻ മൊത്തം ആഡ് ചെയ്യാണ്. പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 800 എന്ന് കിട്ടും. അപ്പൊ 224 116ഉം എത്ര വരും? 340 വരും. 340ഉം, ഒരു മിനിറ്റ്, 340ഉം 200ഉം 540 അല്ലേ വരുള്ളൂ. പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 800. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 260. അത്ര വന്നാൽ പോരല്ലോ, ഒരു മിനിറ്റ് ഇട്ടാ, നിങ്ങൾ ചെയ്ത് നോക്കണേ. സോ 324 15 128 224 plus 200. 216 അല്ലേ വരിക? 1 second. 200 ഡാറ്റ കറക്റ്റ് അല്ലേ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ. അവിടെ 116 യെസ്. 336 ഉണ്ടല്ലോ. എന്നാലും ഒരു മിനിറ്റ്, 56ഉം 24ഉം 80 120 ഓക്കെ കറക്റ്റാ. 216 വരിക. സോ 216 വരുമ്പം ഇവിടെ 640 വരും. യെസ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 160 അല്ലേ? ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. അപ്പം 3ഉം കളിക്കാത്ത ആൾക്കാരുടെ എണ്ണമാണ് ചോദിച്ചത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 160. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം എഴുതെടുത്തോളൂ. എട്ടാമത്തെ ചോദ്യം എഴുതണേ.
റൈറ്റ് ചെയ്യൂലേ? Yes, sir. 7 ആർക്കെങ്കിലും സംശയം ഉണ്ടോ? 7ാമത്തെ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? Yeah, sir. 8 വേഗം ചെയ്തേ. ക്വസ്റ്റ്യൻ എഴുതിയോ? Yes, sir. ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ മക്കളെ? Yeah, sir. നോക്കാം. ഞാൻ ചെയ്യാം. നോക്കണേ. എല്ലാവരും ശ്രദ്ധിക്കൂലേ? Yes, sir. ഇത് കഴിഞ്ഞിട്ട് വേണം ചാപ്റ്ററിലേക്ക് മെല്ലെ കിടക്കാൻ. സോ ലിസൺ ഹിയർ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, രണ്ടും പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം 320 ആണ്. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ആ ഇൻഫർമേഷൻ നമുക്ക് പിന്നെ എടുക്കാം. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? 10% ഓഫ് ദി എൻറോൾമെന്റ് ഇൻ മാത്ത്. അതായത് ഈ പറയുന്ന 320 എന്ന് പറഞ്ഞാൽ എന്താ? മാത്സിലെ മൊത്തം എൻറോൾമെന്റിന്റെ 10% മനസ്സിലായോ? Yes, sir. അപ്പോ all of you listen here. 10% of enrollment in മാത്സിൽ എൻറോൾ ചെയ്തിട്ടുള്ള, മാത്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള 10% എത്ര? പറയടോ. 320. അതായത് ഇപ്പൊ ഞാൻ മാത്സിലെ എണ്ണം എക്സ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് ആ 10% ഓഫ് മാത്സിനെ 10/100 ഇൻറ്റു എക്സ് എന്ന് ഇരിക്കൂടെ? Yes, sir. മാത്സിൽ എത്ര ആൾക്കാരാണ് മാത്സിലുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ മാത്സിലെ ആൾക്കാരുടെ എണ്ണത്തിന് എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പൊ 10% ആൾക്കാർ ഓഫ് മാത്ത് എന്ന് പറഞ്ഞാൽ 10% 10/x എന്നും മാത്സിലെ എണ്ണത്തിന് എനിക്ക് എക്സ് എന്നും കൊടുത്തൂടെ? അപ്പൊ 10/100 ഇൻറ്റു എക്സ് ആയിട്ട് മാറൂലേ? That is equal to 320. അപ്പൊ എന്താ? ഈ 0യും കട്ടായി പോകും. ഈ 10 അങ്ങോട്ട് പോകുമ്പം എക്സ് എന്തിന് ഈക്വൽ ആകും? 3200 ഈക്വൽ ആവൂലേ? ആവൂടോ? Yes, sir. സംശയണ്ടോ? ക്ലിയർ അല്ലേ? എക്സ് 3200 ക്ലിയർ അല്ലേ? Yes, sir. ഇനി പറഞ്ഞിരിക്കുന്ന എന്താ? 12% ഓഫ് മാത്സ്, സോറി മാത്സ് അല്ലല്ലോ, ഏതാ? കെമിസ്ട്രി. എത്രയാ? അതും 320 അല്ലേ? ആണോ? Yes, sir. അപ്പൊ 12%-ന് 12/100 എന്ന് കൊടുക്കാം. കെമിസ്ട്രിയിലെ ആൾക്കാരുടെ എണ്ണം എനിക്ക് അറിയില്ല, ഞാൻ അതിനെ y എന്ന് കൊടുക്കുകയാണ്. അപ്പൊ 12/100 ഇൻറ്റു y എത്ര വരും? 320 വരൂലേ? വരുമോ മക്കളെ? അപ്പൊ y കാണണമെങ്കിൽ ഈ 320നെ by 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 100. ഈ 12 താഴോട്ട് കൊണ്ടുപോകുന്ന by 12 ആവൂലേ? ആവോ? Yes. നമ്മൾ കട്ട് ചെയ്യുമ്പം ഇവിടെ 50 2s ഉണ്ട്, ഇവിടെ 6 2s ഉള്ളൂ അല്ലെ? ഇവിടെ 25 2s ഉണ്ട്, ഇവിടെ 3 2s ഉള്ളൂ അല്ലെ? Yes, sir. 12/100 3200.
സെക്കൻഡ്, ഞാനൊന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കട്ടെ. 1 second. %12 enrollment of chemistry. 50, ഒരു സെക്കൻഡ് നമുക്ക് ഒറ്റ സെക്കൻഡ് കേട്ടാ. അതാ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതാണ് നമുക്ക് ഇവിടെ കൺഫ്യൂസിങ് ആയ. നിങ്ങൾ ആ 320 എഴുതിയ ക്വസ്റ്റ്യന് അല്ലേ? അത് ഒന്ന് ആ 2 വേണ്ട കേട്ടോ, 30 ഉള്ളൂ കേട്ടോ. 30 ആ 2 എക്സ്ട്രാ വന്നാണ് അതിൽ ടൈപ്പ് ചെയ്തപ്പം. ഫൈൻ. ഞാൻ ചെയ്തപോലെ 10/100 ഓഫ് എത്ര മതി? എക്സ് എത്രയാ? 320 വേണ്ട, എത്ര മതി? 30 മതി. മനസ്സിലായോ? അപ്പൊ എക്സ് ഈക്വൽ എന്ത് വരും? 30 ഇൻറ്റു 100/10 വരും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 300 കിട്ടും. ഇപ്പൊ മാത്സ് പഠിക്കുന്ന എൻറോൾ ചെയ്ത ആൾക്കാരുടെ എണ്ണം എക്സ് ആണെന്ന് എടുക്കാം. ദാറ്റ്സ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസിൽ 12% കെമിസ്ട്രി ഞാൻ പറഞ്ഞു ഓൾറെഡി. 12/100 ഇൻറ്റു y നമ്മൾ എഴുതി. ഈക്വൽ ടു അത് തന്നെയാ 320 അല്ല 30 ആണ്. സോ y എന്തായിട്ട് മാറും? 30 ഇൻറ്റു 100. ഈ 100 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. ഈ 12 താഴോട്ട് വരും, /12 ആയിട്ട് മാറും. സോ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 100 250 ടൈംസ്, 12 6 ടൈംസ്, 30/6 ചെയ്യുമ്പോൾ 5 വരും. സോ വൈയുടെ എണ്ണം 250 കിട്ടൂലേ? കിട്ടോടോ? എന്താ ചോദിച്ചിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് 2 സബ്ജക്ട്സ് ആണ്. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ 2 സബ്ജക്ട് ആണ്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ കൺസെപ്റ്റ്? യൂണിയൻ അല്ലേ? മുന്നേ പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരികയാണെങ്കിൽ ഇറ്റ് മീൻസ് യൂണിയൻ അല്ലേ? ആണോ മക്കളെ? അപ്പൊ നമുക്ക് ഇതിന്റെ വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. പ്ലീസ് ലിസൺ ഹിയർ. വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാത്തിന്റെയും കെമിസ്ട്രിയുടെയും യൂണിയൻ നമ്പർ ആണ്. രണ്ടും പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം 30 ആണ് നമുക്ക് എഴുതാം. അതില് മാത്സ് മൊത്തം പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം 300 ആണ്, 300 ആണ്. 30 കഴിഞ്ഞാൽ ബാക്കി 270 കാണും. കെമിസ്ട്രി മൊത്തം പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം 250 ആണ്. 30 കഴിഞ്ഞാൽ ബാക്കി 220 കാണും അല്ലെ? ഇത് മൂന്നും കൂടെ ആഡപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? രണ്ടിന്റെയും കൂടെ യൂണിയൻ, രണ്ടിന്റെയും കൂടി അറ്റ്ലീസ്റ്റ് കിട്ടുക. ആണോ? അപ്പൊ 270യും 30യും 220യും ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 520 വരും. 520 ആൾക്കാരാണ് എന്ത് ചെയ്യുക? മിനിമം രണ്ടിലേതെങ്കിലും ഒരു സബ്ജക്ട് എടുക്കുന്ന ആൾക്കാർ. ഓക്കെ ആണല്ലോ? അപ്പൊ 320 30 ആണെന്ന് മനസ്സിലാക്കുക. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ടേക്ക് ബോത്ത് സബ്ജക്ട് ഓഫ് മാത്ത് ആൻഡ് കെമിസ്ട്രി 30 ആണ്. ദിസ് റെപ്രസെന്റ് 10% ഓഫ് ദി എൻറോൾമെന്റ് ഇൻ മാത്ത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ 10/100 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 30 എന്ന് എഴുതിയത്. അവിടുന്ന് എക്സ് എന്ന് പറയുന്ന മാത്സ് പഠിക്കുന്ന മാത്സിൽ എൻറോൾ ചെയ്ത ആൾക്കാരുടെ എണ്ണം 300 എന്ന് എനിക്ക് കിട്ടും. രണ്ടാമത് 12% ഓഫ് എൻറോൾമെന്റ് ഇൻ കെമിസ്ട്രിക്കും ഈ 30 ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12/100 ഇൻറ്റു y ഇസ് ഈക്വൽ ടു 30 കിട്ടും. y ഈക്വൽ ടു 250 കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ടേക്ക് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദീസ് 2 സബ്ജക്ട്സ് എന്നാണ്. 1 ഓഫ് ദീസ് 2 സബ്ജക്ട്സ് സംസാരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യൂണിയൻ എടുക്കലാണ്. യൂണിയൻ എടുക്കാൻ വേണ്ടിയിട്ട് എമ്മും സിയും വരച്ചു. എമ്മിന്റെയും സിന്റെയും ഇടയിൽ ബോത്ത് ആയിട്ടുള്ള 30 കൊടുത്തു. ബാക്കി മാത്സിലേക്കുള്ള 270 എഴുതി. ബാക്കി കെമിസ്ട്രിയിലേക്കുള്ള 220 എഴുതി. ഈ 3 നമ്പേഴ്സിനെയും നമ്മൾ ആഡപ്പ് ചെയ്യുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ 2 സബ്ജക്ട് കിട്ടുക. നിങ്ങൾ എങ്ങനെ ഓർത്താൽ മതി? ഈ 270 ആൾക്കാരും അറ്റ്ലീസ്റ്റ് 1 സബ്ജക്ട് പഠിക്കുന്ന ആൾക്കാരാണ്. ഈ 30 ആൾക്കാരും അറ്റ്ലീസ്റ്റ് 1 സബ്ജക്ട് പഠിക്കുന്ന ആൾക്കാരാണ്. ഈ 220 ആൾക്കാരും അറ്റ്ലീസ്റ്റ് 1 സബ്ജക്ട് പഠിക്കുന്ന ആൾക്കാരാണ്. സോ വിച്ച് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ആഡപ്പ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ?
Okay, fine. Mute ചെയ്യടാ. മ്യൂട്ട്. യശോദ് സാറേ എന്നൊന്ന് കോ-ഹോസ്റ്റ് ആക്കാമോ? മക്കളെ റെക്കോർഡ് പോകുന്ന ക്ലാസ് അല്ല, നിങ്ങള് നോയ്സ് ഉണ്ടാക്കില്ല കേട്ടോ ക്ലാസ്സിലൊന്നും. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? ഫസീല ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? ഇല്ല. വിസ്മയൊക്കെ ഓക്കെ ആണോ? വിസ്മയ, Yes, sir. ലക്ഷ്മി ഓക്കെ ആണോ? അങ്കിത്? യെസ് സാർ. അങ്കിതിന് ക്ലിയർ ആണോ? അങ്കിത ക്ലിയർ ആണ്. നിതാന്ത ഓക്കെ ആണോ? നെത, ഷാബില ക്ലിയർ ആണോ? ക്ലിയർ സാർ. അദ്വൈത ഓക്കെ ആണോടാ? സാർ. ഹനാനക്ക് ഓക്കെ ആണോ? ഹലോ ഹനാന. Yes, sir. Clear ആണ് sir. ഇനി നമ്മൾ 9ാമത്തെ ചോദ്യം നിങ്ങൾ ട്രൈ ചെയ്തോളൂ. 9 പ്ലീസ്. വേഗം ചെയ്തോക്ക്, വേഗം ചെയ്തോക്ക്. ക്വസ്റ്റ്യൻ എഴുതണേ. ഒരു മിനിറ്റ് കേട്ടാ. ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? യെസ് സാർ. Yes, sir. കിട്ടിയോ? 9 കിട്ടിയോ? Yes, sir. Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ആൻസർ? എന്താ ആൻസർ? കമന്റ് ചെയ്യൂ, ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യും മക്കളെ. ആൻസർ കമന്റ് ചെയ്യും. ആൻസർ കമന്റ് ചെയ്തില്ല എല്ലാവരും. 60 ആണോ? നോക്കാം. ഞാൻ ചെയ്യട്ടെ? Yes, sir. എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ എ സിറ്റി 20 ഇൻ എ സിറ്റി. അപ്പം എന്താ നോക്കാം നമുക്ക്. യൂണിവേഴ്സലിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, സോ വേണ്ട, നമ്മൾ വരയ്ക്കുന്നില്ല. സോ ഇൻ എ സിറ്റി ഏതൊക്കെയാണ്? കാറും പിന്നെ ഏതാ? ബസ്സും അല്ലേ?
അപ്പൊ 10% ആണ് ബോത്ത്. അപ്പൊ ഇവിടെ 10% കൊടുക്കാം. കൊടുത്തൂടെ? Yes, sir. കാർ എത്രയാ? 20%. അപ്പൊ ബാക്കി 10% കാറിലായിരിക്കും അല്ലെ? Yes, sir. 50% ബസ്സാണ്. ബാക്കി എത്രയാ പറ? 40%. എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ട്രാവലിംഗ് ബൈ കാർ ഓർ ബസ് അല്ലേ? Yes, ഈ sir. കാർ ഓർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഓപ്പറേഷൻ? യൂണിയൻ. ആൻഡ് വന്നപ്പോൾ ഇന്റർസെക്ഷൻ എന്നും ഓർ വരുമ്പോ യൂണിയൻ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? Yes, sir. സോ യൂണിവേഴ്സിറ്റിന്റെ ആവശ്യം നമുക്ക് ഇവിടെ അല്ല. കാരണം നമ്മളോട് കാറോ ഓർ ബസ് അല്ല ചോദിച്ചിട്ടുള്ളൂ. സോ എത്രയാ കാറോ അല്ലെങ്കിൽ ബസ്സോ പോകുന്ന ആൾക്കാരുടെ പെർസെന്റേജ് എത്രയാടോ? 60%. So answer C is the answer. Option C is the answer. Okay. എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തവരുണ്ടോ? ചോദിക്കണേ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ തൽക്കാലത്തേക്ക് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഹാദിയൊക്കെ ഓക്കെയാണോ? ഹാദിയ, ഫിദയ്ക്ക് ക്ലിയർ ആണോ? ഷിഫ, ഹംന, നയന, Yes, sir. ചൈതന്യ, ഫാത്തിമ റന, ഹിബ ഹസൻ, മർവ, Yes, sir. അലീന, Yes, sir. ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. എന്നാ അവസാനത്തെയും 10ാമത്തെയും ചോദ്യം വേഗം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലോട്ട് പോകണം. ഞാൻ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യും ആ ചാപ്റ്റർ. ഞാൻ തുടങ്ങി വെച്ചായിരുന്നു, ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. പത്താമത്തെ ചോദ്യം ട്രൈ ചെയ്യണേ. പറയട്ടെ? Yes, sir. പറയട്ടെ? Yes, എന്താ sir. ചോദിച്ചിരിക്കുന്നേ? ഒരു മാർക്കറ്റ് റിസർച്ചിൽ 1000 ആൾക്കാരുടെ കൺസ്യൂമേഴ്സിന്റെ എന്താ എടുത്തത്? സർവേ എടുത്തിട്ടുണ്ട്. അതിൽ 720 ആൾക്കാരും പ്രൊഡക്റ്റ് എനെ ഇഷ്ടപ്പെടുന്നുണ്ട്. 450 ആൾക്കാർ പ്രൊഡക്റ്റ് ബിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ഹാവ് ലൈക്ക് ബോത്ത് പ്രൊഡക്റ്റ്. അതായത് 2 പ്രൊഡക്റ്റും ഇഷ്ടപ്പെടുന്ന ലീസ്റ്റ് നമ്പർ, ഏറ്റവും കുറഞ്ഞ ആൾക്കാരുടെ എണ്ണം, 2 പ്രൊഡക്റ്റും ഇഷ്ടപ്പെടുന്ന ഏറ്റവും കുറവുള്ള ആൾക്കാരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? Yes, sir. ആണോ? നമുക്കറിയാം, നമ്മൾ പഠിച്ച ഫോർമുല ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. n of a union b is equal to എന്തായിരുന്നു? n of a plus n of b minus n of a intersection b അല്ലേ? ഈ ഫോർമുല ഓർമ്മയുണ്ടോ? Yes, sir. അപ്പൊ ഇവിടുന്ന് n of a union b is equal to n of a എന്ന് പറയുമ്പോ എത്രയാ? 720 ആണ്. n of b എത്രയാ പറ? 450 ആണ്. മൈനസ് എന്താ? n of a intersection b എന്ന് കിട്ടും. അപ്പൊ ഇവിടുന്ന് n of a union b എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1170 മൈനസ് n of a intersection b അല്ലേ? Yes, sir. Yes, sir. ഇവിടുന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ n of a intersection b നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ എനിക്ക് n of a intersection b ഈക്വൽ ടു 1170 മൈനസ് n of a union b എന്ന് കിട്ടൂലേ? Yes, sir. Yes. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ബോത്ത് എന്ന് പറയുന്ന n of a intersection b യുടെ എന്ത് കാണാനാ? മിനിമം വാല്യൂ അഥവാ ലീസ്റ്റ് വാല്യൂ കാണാനല്ലേ? Yes, sir. ആണോടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളടുത്ത് ഇപ്പം ഒരാളിപ്പം 100 മൈനസ് y തന്നിട്ട് ഈ എക്സിന്റെ ഏറ്റവും ചെറിയ വാല്യൂ കാണാൻ പറഞ്ഞാല്, എക്സിന്റെ ഏറ്റവും ചെറിയ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ അവിടെ വൈഡ് ഏറ്റവും വലിയ വാല്യൂ അപ്ലൈ ചെയ്യണ്ടേ?
എടോ y മാക്സിമത്തിലേക്ക് പോകുമ്പോഴല്ല എക്സ് മിനിമത്തിലേക്ക് പോവാ. Yes, sir. എന്തുകൊണ്ടാ? സബ്ട്രാക്ഷൻ അല്ലേ? ആണോ? Yes, sir. Yes, sir. ആണോടോ? അപ്പൊ Yes, sir. ഇത് ലീസ്റ്റിലോട്ട്, ഈ n ഓഫ് a ഇന്റർസെക്ഷൻ ബി ലീസ്റ്റിലോട്ട് പോകണമെങ്കിൽ n ഓഫ് a ഇന്റർസെക്ഷൻ n ഓഫ് a യൂണിയൻ ബി എങ്ങോട്ട് പോകണം? മാക്സിമത്തിലോട്ട് പോണ്ടേ? Yes, sir. ഈ n ഓഫ് a യൂണിയൻ ബി എത്ര കണ്ട് കൂടുന്നോ അത്ര കണ്ട് n ഓഫ് a ഇന്റർസെക്ഷൻ ബി കുറയൂലേ? സബ്ട്രാക്ഷൻ അല്ലേ? Yes, ആണോ? sir. n ഓഫ് a യൂണിയൻ ബിയുടെ എണ്ണം ലൈക്ക് അതിന്റെ നമ്പർ, അതിന്റെ വാല്യൂ കൂടുന്നതിന് അനുസരിച്ച് ഈ n ഓഫ് a ഇന്റർസെക്ഷൻ ബിയുടെ ലെഫ്റ്റ് സൈഡ് വാല്യൂ കുറയൂലേ? Yes, sir. അതിൽ സംശയം ഉണ്ടോ? Yes, സംശയം ഉണ്ടോ? No, sir. അതില് ഈ പറയുന്ന n ഓഫ് a യൂണിയൻ ബിക്ക് ഈ കേസിൽ വരാവുന്ന ഏറ്റവും മാക്സിമം എത്രയാ? 1000. 1000 അല്ലേ? ആണോ? Yes, sir. അപ്പൊ Yes, sir. ലീസ്റ്റ് വാല്യൂ നോക്കണേ. ലീസ്റ്റ് വാല്യൂ ഓഫ് n ഓഫ് a ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോ 1170 നിന്നും n ഓഫ് a യൂണിയൻ ബിക്ക് സാധ്യമായിട്ടുള്ള മാക്സിമം വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എത്രയാണത്? 1000 ആണ് മാക്സിമം വാല്യൂ. സോ n ഓഫ് a യൂണിയൻ ബിക്ക് അതിന്റെ മാക്സിമം പോസിബിൾ വാല്യൂ ആയിട്ടുള്ള 1000 കൊടുത്തു കഴിഞ്ഞാൽ n ഓഫ് a ഇന്റർസെക്ഷൻ ബിയുടെ ബോത്ത് a ആൻഡ് ബിയുടെ ഏറ്റവും ചെറിയ വാല്യൂ നിങ്ങൾക്ക് കിട്ടും, ലീസ്റ്റ് വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 170. ഓപ്ഷൻ is the answer. ഓക്കേ, കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? Yes, sir. Sir, Venn diagram വെച്ച് ചെയ്തൂടെ? വെൻ ഡയഗ്രാം വെച്ചാലും നമുക്ക് 170 കിട്ടും. പക്ഷെ പുറത്തുണ്ടല്ലോ എന്ന് അറിയില്ലല്ലോ. Sir, അതൊന്നുകൂടി പറഞ്ഞുതരുമോ? ഓ, പറഞ്ഞുതരാം, നോ പ്രോബ്ലംസ്. ഈ ഫോർമുല അറിയില്ലടാ മോനെ? യെസ് സർ, അറിയാം. അപ്പൊ ഞാൻ എയുടെ വാല്യൂ 720, ബിയുടെ വാല്യൂ 450 കൊടുത്തു. അത് എനിക്ക് അറിയത്തുള്ളൂ അല്ലെ? യെസ്. അപ്പൊ n ഓഫ് a യൂണിയൻ ബി എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ കൂട്ടി 1170 മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ ബി കൂടെ. ഓ, ഈ മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ ബി ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയാൽ n ഓഫ് a ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1170 മൈനസ് n ഓഫ് a യൂണിയൻ ബി ആവൂലേ? യെസ് സർ. ഇത് നമ്മളുടെ കളി ഇതാ ഈ സ്റ്റേറ്റ്മെന്റിലാണ് അല്ലെ? എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? പറ. രണ്ടിന്റെയും ബോത്ത് അല്ലടാ, ബോത്ത് പ്രൊഡക്റ്റ് അല്ലേ? ബോത്ത് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണെന്നറിയാലോ. അപ്പൊ ഈ n ഓഫ് a ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ബോത്ത് പ്രൊഡക്റ്റിന്റെ എണ്ണം ഏറ്റവും ചെറുത് എത്ര വരെ ആകാം എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? വെൻ ഡയഗ്രാം ചെയ്യാൻ പറ്റൂല എന്ന് ചോദിച്ച ആളടുത്ത് എനിക്ക് പറയാനുള്ളത്, അതില് മൊത്തത്തില് ലൈക്ക് എ യൂണിയൻ ബിയിൽ എത്ര ആൾക്കാർ വരുന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പം n ഓഫ് a ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1170 മൈനസ് n ഓഫ് a യൂണിയൻ ബി എന്ന് കിട്ടൂലടാ. നമുക്ക് വേണ്ടത് ഈ n ഓഫ് a ഇന്റർസെക്ഷൻ ബിയുടെ ഏറ്റവും ചെറിയ വാല്യൂ അല്ലേ? ഇതിന്റെ ഏറ്റവും ചെറിയ വാല്യൂ കിട്ടണമെങ്കിൽ ഈ സബ്ട്രാക്ട് ചെയ്യുന്ന, ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പർ ഏറ്റവും വലുതാവണ്ടേ? വേണ്ട, അത് കോമൺ സെൻസ് അല്ലേ? ഞാനിവിടെ x is equal to 100 minus y എന്ന് പറയുമ്പോ എക്സിന്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ നിനക്ക് കിട്ടണമെങ്കിൽ നീ 100 എന്ന് കുറയ്ക്കുന്ന വൈയുടെ വാല്യൂ എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണ്ടേ? 100 വൈയുടെ മാക്സിമം വാല്യൂ കുറച്ചാലാണ് എക്സിന്റെ ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുക അല്ലടോ? അല്ലേ? അതെ അതെ. ഇപ്പൊ നിനക്കിതാ ഞാൻ പറഞ്ഞുതരാം. എന്റെ നോർമലി ഒരാളുടെ സേവിങ് എന്ന് പറഞ്ഞാല് അയാൾക്ക് ഇപ്പൊ 5000 സാലറി ഉണ്ടെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, ഞാനത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 5000 മൈനസ് ഇ എന്ന് വെച്ചാൽ എന്താ? ഒരാളുടെ സേവിങ്, ഒരാളുടെ ഒരു മാസത്തെ സേവിങ് എന്ന് പറഞ്ഞാല് 5000 മൈനസ് ഇ എന്ന് പറഞ്ഞാല് അയാളുടെ ശമ്പളത്തിൽ നിന്ന് അയാളുടെ എക്സ്പെൻസ് കുറയ്ക്കുന്നതല്ലേ? ഇ ഫോർ എക്സ്പെൻസ്, എസ് ഫോർ സേവിങ് അല്ലേ? ഇയാൾക്ക് ഏറ്റവും കുറഞ്ഞ സേവിങ്സ് ഉണ്ടാകപ്പോഴാ? ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാകുമ്പോഴല്ലേ? ഇയാൾക്ക് ഏറ്റവും കൂടുതൽ സേവിങ് ഉണ്ടാകപ്പോഴാ? എക്സ്പെൻസ് ഏറ്റവും ലീസ്റ്റ് ആകുമ്പോഴല്ലേ? അതേ കൺസെപ്റ്റ് ആണ് n ഓഫ് a ഇന്റർസെക്ഷൻ ബിയുടെ
ഏറ്റവും ചെറിയ വാല്യൂ കിട്ടണമെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബിയുടെ വലിയ വാല്യൂ കൊടുക്കണ്ടേ? ഈ എൻ ഓഫ് എ യൂണിയൻ ബിയുടെ വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം 1000 ആൾക്കാരാണ്. ആ 1000 ആൾക്കാരും എന്ത് വരാം? എ യൂണിയൻ ബി വരാം. വന്നൂടെ? വന്നൂടെ? അപ്പൊ എന്താ എൻ ഓഫ് എ യൂണിയൻ ബി ഏറ്റവും മാക്സിമം വരുമ്പോ പറ 1170 മൈനസ് 1000 കൊടുത്തൂടെ? That's equal to 170. Okay. Clear. Okay, fine. എന്നാലും നമ്മൾ റിലേഷൻസും ഫംഗ്ഷൻസിലേക്ക് ചാടുകയാണ്. ഞാനൊരു ദിവസം കുറച്ചത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നോട്ട് എഴുതിയ ആൾക്കാർ ആ ഭാഗം എഴുതണം എന്നില്ല, ബാക്കി എഴുതിയാൽ മതി. അന്ന് വരാത്ത ആൾക്കാർ ഉണ്ട്, അന്ന് അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്, എനിക്കറിയാം. സോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ കിട്ടാണ്. പുതിയ ചാപ്റ്റർ ആണ്. വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് എ ന്യൂ ചാപ്റ്റർ ഇൻ മാത്ത്. അപ്പൊ നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബോർഡ് ലെവൽ ചെയ്തു. 10 ക്വസ്റ്റ്യൻസ് എൻട്രൻസ് ലെവലിൽ, എൻട്രൻസ് ഓറിയന്റഡ് MCQs നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡിയാണോ? എന്നാ പിന്നെ ഞാൻ ബാക്കി പോട്ടെ, ചാപ്റ്ററിലേക്ക് കിടക്കട്ടെ. ശ്രദ്ധിക്കല്ലോ. അടുത്ത ചാപ്റ്റർ നമുക്ക് തുടങ്ങാൻ പോവാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈസി ആൻഡ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഇതിന്റെ കണ്ടിന്യൂറ്റി 12th ഉണ്ട് കേട്ടാ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നിങ്ങൾ ഒട്ടുമുക്കാൽ ആൾക്കാരും ക്ലാസ്സിൽ മുൻപ് ഇരിക്കാത്തവരൊക്കെ എന്തായിരിക്കും ഈ ഒരു ടേം തന്നെ പുതിയതായിട്ട് കേൾക്കായിരിക്കും. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഈ ടോപ്പിക് ആക്ച്വലി സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കിയാണ്. ആരുടെ ബാക്കിയാ? സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കിയാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ എനിക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ഞാനൊന്ന് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആദ്യം പഠിക്കാനുള്ളത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ്സ്. 2 സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് പറഞ്ഞോട്ടെ, പിന്നെ പറയട്ടെ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് പറഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ പറയാനുള്ളത് വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് റിലേഷൻ. ഇതൊക്കെ കണക്റ്റഡ് ടോപ്പിക്സ് ആണ്. ആദ്യം 2 സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പറയണം, പിന്നുള്ളത് റിലേഷൻ പറയണം. റിലേഷൻ പറഞ്ഞിട്ട് എനിക്ക് അതിൽ നിന്നും ഫംഗ്ഷൻ എന്താണെന്ന് വേർതിരിച്ചെടുക്കണം. ഒരു മിനിറ്റ്. ഫംഗ്ഷൻ വേർതിരിച്ചതിന് ശേഷം എനിക്ക് ഫങ്ഷൻസിന്റെ ഗ്രാഫ് പഠിക്കണം. ഗ്രാഫ്സ് ഓഫ് ഫങ്ഷൻസ്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ടെർമിനോളജീസ് പരിചയപ്പെടും. കുറച്ച് പുതിയ ടെർമിനോളജീസ്. അതിൽ ഒന്നാണ് ഡൊമൈൻ, 2 റേഞ്ച്, 3 കോഡൊമൈൻ, 4 ഇമേജ്. മനസ്സിലാക്കണ്ട? ടെർമിനോളജീസ് എന്തൊക്കെയാ പറഞ്ഞേ? ഡൊമൈന്, റേഞ്ച്, കോഡൊമൈൻ, ഇമേജ്. ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ടെർമിനോളജീസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ചാപ്റ്ററിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. 4 ടോപ്പിക്. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. അതിൽ ഒന്നാമത്തെ ടോപ്പിക് ഞാൻ വളച്ചു കിട്ടുന്നില്ല. ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് ഞാൻ ഡയറക്ട്ലി കിടക്കുകയാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ്സ്. 2 സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അതില് നോക്കണം നിങ്ങൾ. ആക്ച്വലി ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അറിയാം, എന്നാലും മലയാളം മീഡിയത്തിലെ പിള്ളേർക്ക് ഞാൻ പറഞ്ഞുതരാണ്. കാർട്ടീഷ്യൻ എന്ന് പറഞ്ഞാല് നമ്മള് ഇത് പഠിക്കുന്നില്ലേ, സൂചക സംഖ്യകൾ പഠിക്കുന്നില്ലേ അല്ലെ? ലൈക് കോർഡിനേറ്റ് ജിയോമെട്രി എന്നുള്ള ചാപ്റ്റർ പഠിക്കില്ല, 10ാം ക്ലാസ് പഠിക്കുന്നില്ലേ? ഈ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ് ജിയോമെട്രി ഉള്ള ബ്രാഞ്ചിനെ മാത്സിൽ ആക്ച്വലി പറയുന്ന പേരാണ് കാർട്ടീഷ്യൻ ജിയോമെട്രി. എന്താണ്? കാർട്ടീഷ്യൻ ജിയോമെട്രി. സോ കാർട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്സും വൈയും വരച്ച് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാറില്ല, അതുമായിട്ട് കണക്ട് ചെയ്ത മാത്തിലെ ബ്രാഞ്ച് ആണെന്ത്? കോർഡിനേറ്റ് ജിയോമെട്രിയുമായിട്ട്, സൂചക സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട മാത്സിലെ ബ്രാഞ്ചിന്റെ പേരാണെന്ത്? കാർട്ടീഷ്യൻ ജിയോമെട്രി. അപ്പൊ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ടൈപ്പ് പ്രൊഡക്റ്റ് അല്ല. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? കോർഡിനേറ്റ്സിനെയാണ്. എന്തിനാ എക്സ്പെക്ട് ചെയ്യുന്നത്? പറ. കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്സിനെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയാം. നമ്മൾ സാധാരണ 1,2 എന്ന് എഴുതാറില്ല. ഈ 1,2 എന്ന് പറയുന്ന 1നെയും 2നെയും ആണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. കോർഡിനേറ്റ്സ്. സോ 1 എക്സ് കോർഡിനേറ്റ് ആണ്, 2 വൈ കോർഡിനേറ്റ് ആണ്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? Let A, B are 2 sets.
അപ്പൊ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എന്നാണ് പേര്. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 സെറ്റ് എടുക്കണ്ടേ? യെസ് സർ. വേണ്ടടോ. Then Cartesian product between A and B is denoted by A cross B. ഇത് വായിക്കേണ്ടത് എന്താണ്? എന്താ വായിക്കേണ്ടത്? A cross B. A into B എന്നല്ല, it is A cross B. അപ്പൊ എയും ബിയും തമ്മിൽ, എയും ബിയും 2 സെറ്റായിട്ട് ഞാൻ എടുത്തു. ആ എയും ബിയും തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം എ ക്രോസ് ബി എന്ന് എഴുതാം. അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എയും ബിയും തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ക്ലിയർ ആണോ? യെസ് സർ. യെസ് സർ. ഇനി ഞാൻ ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന എ ക്രോസ് ബിയുടെ ഡെഫിനിഷൻ ആണ് എഴുതാൻ പോകുന്നത്. നോക്കണം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു സെറ്റ് തന്നെയാണ്. എന്തിന്റെ സെറ്റാണ്? എ കോമ ബി എന്ന് പറയുന്ന പോയിന്റ്സിന്റെ സെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ കാർട്ടീഷ്യൻ എന്നാ പേര്. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യ പോയിന്റുകളുമായിട്ടായിരിക്കും. അപ്പൊ എ ക്രോസ് ബി എന്ന് പറയുമ്പം എന്താണ് സംഭവം? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ പറ, എ കോമ ബി എന്ന് പറയുന്ന പോയിന്റുകളുടെ കളക്ഷൻ ആണ്. ഒരു ടേമും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ എ കോമ ബി എന്ന് പറയുന്ന കോർഡിനേറ്റ്സിനെ രണ്ടും കൂടെ നമ്മൾ മാത്സിൽ വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് പെയർ. എന്താണ്? ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ. അപ്പൊ എ കോമ ബി എന്താണ്? ഓർഡേർഡ് പെയേഴ്സ് ആണ്. അപ്പൊ എ ക്രോസ് ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണ്? ഈ പറയുന്ന ഓർഡേർഡ് പെയേഴ്സിന്റെ, പോസിബിൾ ഓർഡേർഡ് പെയേഴ്സിന്റെ, ഓൾ പോസിബിൾ ഓർഡേർഡ് പെയേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പറ. A cross B. എ ക്രോസ് ബി. അതില് എ നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് സെറ്റ് ആയിട്ടുള്ള എയിൽ നിന്നാണ്. ബി നമ്മൾ എടുക്കേണ്ടത് സെക്കൻഡ് സെറ്റ് ആയിട്ടുള്ള ബിയിൽ നിന്നാണ്. For all element belongs to A, for all element belongs to B. ഈ എ തിരിച്ചിട്ടാലേ for all നാട്ടാ, for all elements. മനസ്സിലായല്ലോ? ചുരുക്കി പറഞ്ഞാൽ എന്താ? എ ക്രോസ് ബി കാണണമെങ്കിൽ എ നോക്കണം, ബി നോക്കണം. എന്നിട്ട് അതിനൊക്കെ എന്ത് ചെയ്യണം? ഓർഡേർഡ് പെയർ ഫോർമാറ്റിലേക്ക് മാറ്റണം. ആരെ ഒഴിവാക്കാൻ പറ്റൂല? എയിലെ മുഴുവൻ ആൾക്കാരെ എടുക്കണം, ബിയിലെ മുഴുവൻ ആൾക്കാരെ എടുക്കണം. മനസ്സിലാവുന്നുണ്ടാ? Yes sir. ഒരു മിനിറ്റ് അവിടെ ഫോർ ഓൾ എ എഴുതിക്കോട്ടെ. 1 സെക്കൻഡ്. അവിടെ എ വിട്ടുപോയിട്ട്, എയും ബിയും വിട്ടുപോയിട്ടുണ്ട്. For all A belongs to A. For all B belongs to B. Okay. മനസ്സിലാവുണ്ടല്ലോ? ആ എ തിരിച്ചിട്ടാൽ ഫോർ ഓൾ നാട്ടോ, എല്ലാവരും മുഴുവൻ ആൾക്കാരും. മനസ്സിലായല്ലോ? അപ്പൊ എന്താ എ ക്രോസ് ബി? എ ക്രോസ് ബി ഇവർ ആള് ചോദിക്കുകയാണ് എന്താ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം എയും ബിയും 2 സെറ്റുകളാണ്. ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ 2 സെറ്റ്സ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്രോസ് ബി എന്നാണ്. അതിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് എ കോമ ബി ആണ്. അതില് ഫസ്റ്റ് എലമെന്റ് സ്മോൾ എ എടുക്കുന്നത് ഫസ്റ്റ് സെറ്റായ ക്യാപിറ്റൽ എയിൽ നിന്നും, സ്മോൾ ബി എടുക്കുന്നത് സെക്കൻഡ് സെറ്റായ ക്യാപിറ്റൽ ബി എന്നുമാണെന്നും പറയണം. അത് മാത്രമല്ല ക്യാപിറ്റൽ എയിലെ മുഴുവൻ എലമെന്റ്സിനെയും എടുക്കണം, ക്യാപിറ്റൽ ബിയിലെ മുഴുവൻ എലമെന്റ്സിനെ എടുക്കണം. അങ്ങനെ നമ്മൾ ഓർഡേർഡ് പെയേഴ്സിനെ എടുത്ത ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതിയാൽ എന്ത് കിട്ടി? എ ക്രോസ് ബി കിട്ടിയില്ലേ? ഞാൻ എക്സാമ്പിൾ എഴുതിക്കോട്ടെ. സംഭവം വളരെ ഈസിയാണ്. ഡെഫിനേഷന്റെ അത്ര ഇല്ലത് എഴുതാൻ. ഡെഫിനേഷൻ പറയുമ്പം മാത്തമാറ്റിക്കലി പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നാമെങ്കിലും ഈ രീതിയിൽ പറയുമ്പം സിമ്പിളാ. എ ബി സിയും ബി 1 2 എന്ന് കണ്ടോ? നമുക്ക് എ ക്രോസ് ബി കാണണം. ഞാൻ പറഞ്ഞത് നിങ്ങളോട് എന്താ? പോസിബിൾ ഓർഡേർഡ് പെയർസ് എഴുതാനല്ലേ? ആണോ? പോസിബിൾ ഓർഡേർഡ് പെയർസ് എഴുതിയാൽ മാത്രം പോരാ. ഫസ്റ്റ് എലമെന്റ് എടുക്കേണ്ടത് എയിൽ നിന്നാണ്, സെക്കൻഡ് എലമെന്റ് എടുക്കേണ്ടത് ബിയിൽ നിന്നാണ്. എയിലെ മുഴുവൻ എലമെന്റ്സിനെയും കൺസിഡർ ചെയ്യണം, ബിയിലെ മുഴുവൻ എലമെന്റ്സിനെയും കൺസിഡർ ചെയ്യണം. വേണ്ടേ? അപ്പൊ എനിക്ക് എ വെച്ച് തുടങ്ങിയാൽ എ എടുത്തിട്ട് ഈ 1 എടുത്തൂടെ? A1 ഞാൻ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? എന്തോ എടാ ഓർഡേർഡ് പെയർ അല്ലേ? ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നത് ഫസ്റ്റ് സെറ്റ് എന്നല്ലേ? സെക്കൻഡ് എലമെന്റ് എടുക്കുന്നത് സെക്കൻഡ് സെറ്റ് എന്നല്ല? അപ്പൊ A1 പോസിബിൾ അല്ലേ? A1 മാത്രല്ല, ആരും കൂടി പോസിബിളാ?
A2 പോസിബിൾ ആ. പിന്നെയോ B1 പോസിബിൾ ആണ്, B2 പോസിബിൾ ആണ്, C1 പോസിബിൾ ആണ്, C2 പോസിബിൾ ആണ്. ഇനി മനസ്സിലായോ? അപ്പൊ ഇതാണ് എയും ബിയും തമ്മിലുള്ള എന്ത് A ക്രോസ് ബി. ലിയാനക്ക് ക്ലിയർ ആണോ? ഹസ്ന അമീർ ഓക്കെ ആണോ? നിഹാർക്ക് ഓക്കെ ആണോ? അനാമിക സിനാന ക്ലിയർ ആണോ? ഹുദയ്ക്ക് ഓക്കെ ആണോ? മിഥുന റെഡി ആണോ? നജ ക്ലിയർ ആണോ? അമേക്ക് ഓക്കെ ആണോ? അപ്പൊ A ക്രോസ് ബി ഈസ് ഈക്വൽ ടു A ക്രോസ് ബി എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓർഡേർഡ് പേഴ്സിനെ എന്നെ നന്നായിട്ട് കേൾക്കുക. ഓൾ പോസിബിൾ ഓർഡേർഡ് പേഴ്സിനെ കളക്ട് ചെയ്യുക. എങ്ങനെയുള്ള ഓർഡേർഡ് പേഴ്സ് ആണോ? ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് സെറ്റ് എന്നും സെക്കൻഡ് എലമെന്റ് സെക്കൻഡ് സെറ്റ് എന്നും എടുത്തിട്ട് പോസിബിൾ ആയിട്ടുള്ള മുഴുവൻ ഓർഡേർഡ് പേഴ്സിനെയും കളക്ട് ചെയ്ത് നിങ്ങൾ ഒരു സെറ്റിന്റെ ഉള്ളിലേക്ക് എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് A ക്രോസ് ബി. ക്ലിയർ അല്ലേ? ആണോ? ഇനി ആരെങ്കിലും ഒരാൾ നമ്മളോട് B ക്രോസ് A തിരിച്ചു ചെയ്യാൻ പറഞ്ഞാലോ നമ്മൾ എന്താ ചെയ്യാ? പറഞ്ഞേ. ഫസ്റ്റ് എലമെന്റ് ബി എന്ന് എടുക്കണം, സെക്കൻഡ് എലമെന്റ് എ എന്ന് എടുക്കണം. വേണ്ടേ? എടോ A ക്രോസ് ബി ചെയ്തപ്പോ നമ്മൾ ഫസ്റ്റ് എലമെന്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെന്റ് ബി എന്നും എടുത്തെങ്കിൽ B ക്രോസ് A ചെയ്യുമ്പം ഫസ്റ്റ് എലമെന്റ് ബി എന്നും സെക്കൻഡ് എലമെന്റ് എ എന്നും എടുക്കണ്ടേ? അപ്പൊ എന്താ വരിക? 1A എന്നല്ല ആദ്യം വരിക. പിന്നെ 1B വരൂലേ? 1A വരാം, 1B വരാം, 1C വരാം. പിന്നെയോ പറ. 2A വരാം, പിന്നെ 2B വരാം, പിന്നെ 2C. കഴിഞ്ഞു അല്ലേ? അപ്പൊ രണ്ട് സെറ്റ് കിട്ടിയാൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഫൈൻ, ഗുഡ്. വേഗം എഴുതിയെടുത്തോളൂ. സംശയമൊക്കെ ചോദിച്ചോളൂ. ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോകും. വേഗം. Try to clarify if you feel any doubt. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പെട്ടെന്ന് ട്ടാ. ഓക്കെ ആണോ? ഒരു ക്വസ്റ്റ്യൻ എഴുതണേ. ചെയ്യലേ? വേഗം. കിട്ടിയോ? എന്താ G ക്രോസ് H പറഞ്ഞേ? What is G ക്രോസ് H? പറ. 3-4. G ക്രോസ് H എന്ന് പറയുമ്പം 3-4 പോരട്ടെ. 3-4
3 5 പിന്നെ -1 4 കറക്റ്റാ പിന്നെ -1 5 2 4 2 5 yes. Sir, ഇനി എന്താ h cross g 4 4 3 അല്ലേ 4 4 minus - 1 പിന്നെയോ 4 2 4 2 yes കറക്റ്റാ 5 3 വരും 5 3 5 - 1 വരും പിന്നെയോ 5 2 ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇനി എഴുതാൻ ഡൗട്ടിനൊക്കെ ചോദിക്കുക വേഗം No, sir. ഓക്കെ അല്ലേ ഓക്കെ ആണോ Yes, sir. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോണത് ഓൾ ഓഫ് ലിസൺ ഹിയർ രണ്ടാമത്തെ ചോദ്യം ഒരു ചോദ്യം നമ്മൾ ചെയ്തു രണ്ടാമത്തെ ചോദ്യം ഓൾ ഓഫ് ലിസൺ ഹിയർ p is equal to -1, 1 ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ രണ്ട് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം അതിൽ ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് p cross p രണ്ടാമത്തെ ചോദ്യം p cross p ചെയ്യൂലേ ആദ്യം p cross p പിയും ബിയും തമ്മിൽ എന്ത് ചെയ്യുക ക്രോസ് ചെയ്യുക പിന്നെ ആ കിട്ടിയ ആൻസറിനെ മൂന്നാമതൊരു പിയുമായിട്ട് വീണ്ടും ക്രോസ് ചെയ്യുക ട്രൈ ചെയ്യോ Yes, sir. ഓക്കെ വേഗം നോക്കിക്കോളൂ ഞാൻ ചെയ്തത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ എഴുതണേ ചെയ്യണേ പ്ലീസ് വേഗം ചെയ്യാം കിട്ടിയോ കഴിഞ്ഞോ ഹലോ മക്കളെ ചെയ്യട്ടെ കഴിഞ്ഞോ Yes, sir. ആദ്യം ചെയ്യാൻ പറഞ്ഞത് ആരെ തമ്മിലാ പറഞ്ഞ ആരെ തമ്മിലാ -1 -1 തമ്മിൽ p cross b അല്ലേ Yes, sir. എന്താ ഫസ്റ്റ് ഓർഡറുടെ പേര് -1 കിട്ടിയോ Yes, sir. അടുത്തത് എന്താ -1 1 അല്ലേ Yes, sir. പിന്നെന്താ 1 -1 അല്ലേ പിന്നെ ലാസ്റ്റ് എന്താ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം p cross p കാണാനാണ് p cross p പറയട്ടെ Yes, sir. p cross p എന്ന് പറയുമ്പോ p cross p യുടെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയില്ലേ എന്താ അത് ആദ്യം കൊടുത്തോ എന്താ p cross p യുടെ വാല്യൂ പറ -1 -1 അല്ലേ -1 കിട്ടിയ വാല്യൂ അല്ലേ 1 -1 പിന്നെയോ 1 1 അതിപ്പോ നമ്മൾ ഓൾറെഡി p cross p ചെയ്ത് വെച്ചതാണ് അയാളുമായിട്ട് ആരെയാണ് ക്രോസ് ചെയ്യേണ്ടത് പറ -1 p ക്രോസ് ചെയ്യണ്ടേ ശ്രദ്ധിക്കണേ ദാറ്റ് ഈസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് -1 അല്ലേ Yes, sir. ഇയാൾ ആരുമായിട്ട് ആദ്യം ചെയ്യണം നെഗറ്റീവ് ആയിട്ട് ചെയ്യണ്ടേ അപ്പൊ ആ ഓർഡേർഡ് പെയറിന്റെ ഉള്ളിൽ -1 ഓൾറെഡി ഉണ്ട് ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ ഒരാളും കൂടെ വരും ആരാ -1 മനസ്സിലായോ Yes, sir. നോക്കണം -1 കൊണ്ട് നമ്മൾ ഇതാ
ഈ -1 കൊണ്ട് മക്കൾ ആദ്യം ചെയ്യുന്നത് -1 അപ്പൊ എന്ത് വരൂടോ? -1 വരൂലേ? Yes, sir. അടുത്ത എന്താ അടുത്ത വരിക പറ. -1, 1 -1. അല്ലല്ല അതന്നെ അതുമായിട്ട് തന്നെ വീണ്ടും -1 -1 വരൂലേ? Yes, sir. മനസ്സിലായോ? -1 -1 -1 -1 -1 അല്ലേ? അടുത്തത് എന്താ വരിക? -1 1 -1 ആണോ? Yes, sir. Yes, sir. മനസ്സിലായില്ലേ? ഏതാ ഈ -1 ഈ 1 ഈ -1. അടുത്തതോ ഈ -1 ഈ 1 ഈ 1 അല്ലേ? Yes, sir. what is next? അടുത്ത് പറഞ്ഞ എന്താ വരിക? 1 -1 -1 അല്ലതാ ഇതിനെ കൊണ്ട് ഈ 1 -1 കൊണ്ട് ആദ്യം -1 ചെയ്യണം. അതാണ് 1 -1 -1. പിന്നെ ഈ 1 -1 ഈ 1 കൊണ്ട് ചെയ്യണം. അതാണ് 1 -1 1. മനസ്സിലായോ? Yes, sir. അവസാനം 1 1 -1 വരും. പിന്നെയോ പറ. 1 1 1. 1 1 1 വരും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നേരത്തെ 2 ആൾക്കാര് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കോർഡിനേറ്റ്സ് ആയി വന്നപ്പോ ഞാൻ നിങ്ങൾക്ക് അതിന് പേരിട്ടത് ഓർഡേർഡ് പെയർ എന്നല്ലായിരുന്നു അല്ലെ? Yes, sir. കേട്ടോ, 3 ആള് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് ട്രിപ്ലറ്റ്. എന്താണ്? Ordered triplet. ട്രിപ്ലറ്റ്. ചെയ്ത് നോക്കിയിട്ട് സംശയം ഒക്കെ ചോദിക്കണം. ഈ പറയുന്ന P ക്രോസ് P ക്രോസ് P ക്രോസ് P 3 എന്നുള്ളത് എന്തിന് എക്സാമ്പിളാ? ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ എക്സാമ്പിളാ. ബോർഡ് എക്സാമിന് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ഇത് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു സെറ്റ് തന്നിട്ട് രണ്ടല്ല P ക്രോസ് P അല്ല P ക്രോസ് P ക്രോസ് P 3 ക്രോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. ചെയ്യൂലേ? Yes, sir. വേഗം ട്രൈ ചെയ്യൂ, പറയൂ. സെറ്റിനുള്ളില് ഇതിന്റെ ഓർഡർ മാറിയ കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ എല്ലാരും ഉണ്ടായാ മതി. ഓക്കെ? ഓക്കെ. കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിക്കണേ. ആർക്ക് സംശയം ഉണ്ടോ? ഒരാൾക്കും ഡൗട്ട് ഇല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട്. ഷാബില ഓക്കെ ആണോ? ഓക്കെ സാർ. കൃഷ്ണപ്രിയ ക്ലിയർ ആണോ? കൃഷ്ണപ്രിയ കേൾക്കുന്നുണ്ടോ? അമീനെ ഓക്കെ ആണോ? പുതിയ ചാപ്റ്റർ ആണ് അമീൻ. മുഹമ്മദ് അമീൻ ഓക്കെ ആണോ? ഓക്കെ സർ. സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ ഫൈൻ. എന്നാ ബാക്കി മക്കളെ കണ്ടിന്യൂ ചെയ്യട്ടെ. Yes, sir. Yes, sir. ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ലെറ്റ് n of a is equal to m എന്ന് വെച്ചാൽ എന്താ? a എന്ന് പറയുന്ന സെറ്റില് m എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് n of b is equal to n. b എന്ന് പറയുന്ന സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ a ക്രോസ് b എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും? പറ. M into n. n ആയിരിക്കും. ഓക്കെ അല്ലേ? Yes, sir. അപ്പൊ എക്സാമ്പിൾ എഴുതുമ്പോ എയിലിപ്പം 5 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ബിയിലിപ്പം 3 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എ ക്രോസ് ബി കണ്ടുപിടിച്ചിട്ട് അതിൽ എലമെന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് എണ്ണുകയാണെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? പറടോ. 15. ഒന്ന് നോട്ട് ചെയ്യണേ, ആവശ്യം വരും. ഒരു മിനിറ്റ്.
മക്കളെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? Yes, sir. സംശയങ്ങളൊന്നുമില്ല? No. No. അപ്പൊ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്നും നമ്മൾ തുടങ്ങിയത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ നമ്മൾ 3 എണ്ണം ക്രോസ് ചെയ്യുന്ന കേസ് നമ്മൾ ചെയ്തു. അതിന് ഓരോ ട്രിപ്ലെറ്റ് എന്നാണ് ഓരോരുത്തരെയും വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിന്റെ ഒരു കൺസെപ്റ്റ് എയിൽ M എലമെന്റും ബിയിൽ N എലമെന്റും ആണെങ്കിൽ A ക്രോസ് ബിയിൽ M ഇൻറ്റു N എലമെന്റ്സ് ഉണ്ടാവും പറഞ്ഞു. അത്രയും ക്ലിയർ ആണോ? Yes, sir. അങ്ങനെയാണെങ്കിൽ റിലേഷൻസ് എന്താണ്? Relations. റിലേഷൻസ് എല്ലാവരും ശ്രദ്ധിക്കൂലേ? Yes, sir. Yes, sir. എ എന്തായിരുന്നു? നമ്മൾ എനെ നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്തേ? Set. സെറ്റ് ആയിട്ട്. പ്രീവിയസ് കേസാ ചോദിക്കുന്നത്. എ ഒരു സെറ്റ് അല്ലേ? Yes. Yes, sir. ബി ഇസ് Another set. also a set, right? അല്ലേ? Yes, sir. What about A cross B? Is a set. Is a set. അല്ലെ? ഈ കാര്യങ്ങളല്ല നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ. എ ഒരു സെറ്റ് ആയിരുന്നു, ബി മറ്റൊരു സെറ്റ് ആയിരുന്നു. എ ക്രോസ് ബി ചെയ്തപ്പോഴും സെറ്റ് അല്ലേ കിട്ടിയത്? Yes, sir. അല്ലടോ. Yes, sir. നോക്ക് എ ക്രോസ് ബി പറഞ്ഞപ്പോ നമ്മൾ എന്തായിരുന്നു? എ ക്രോസ് ബി എന്ന് പറഞ്ഞ എന്തായിട്ടാ ഞാൻ പറഞ്ഞേ? എ ക്രോസ് ബിനെ ഞാൻ പറഞ്ഞ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓർഡേർഡ് പേയേഴ്സ് എന്നാ അല്ലേ? Yes, sir. സെറ്റ് ഓഫ് Ordered pairs. ഓർഡേർഡ് പേയേഴ്സ് അല്ലടോ? Yes, അതാ sir. സെറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതിയത്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ സെറ്റ് ആണെന്ന്? No, sir. അപ്പം എ ഒരു സെറ്റ് ആണ്, ബി മറ്റൊരു സെറ്റ് ആണ്, എ ക്രോസ് ബിയും ഒരു സെറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ആണോ? Yes, sir. Now we can write subsets of A cross B. പറ്റുമോ? Yes, sir. എ ക്രോസ് ബി ഒരു സെറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ സെറ്റിന് സബ്സെറ്റ് എഴുതാൻ പറ്റൂലേ? Yes, sir. സബ്സെറ്റ് എഴുതുന്ന രീതി നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? First chapter. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തൊട്ട് മുൻപത്തെ ചാപ്റ്ററിൽ ഒരു സെറ്റ് തന്നാൽ അതിന്റെ സബ്സെറ്റുകളെ മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? Yes, sir. അപ്പൊ എ ഒരു സെറ്റ് ആണ്, ബി മറ്റൊരു സെറ്റ് ആണ്, എ ക്രോസ് ബി ഒരു സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിന് എനിക്ക് എന്ത് എഴുതാൻ സാധിക്കും മക്കളെ? പറയേ. സബ്സെറ്റുകൾ എഴുതാൻ വേണ്ടി സാധിക്കും ആണല്ലോ? Yes, sir. Yes, sir. ഇനി ഞാൻ ഗോൾഡനിൽ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഈച്ച് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, അതായത് എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഓരോ സബ്സെറ്റും, ഈച്ച് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ക്യാൻ ബി കൺസിഡർ ചെയ്യാം. എങ്ങനെ? ആസ് എ റിലേഷൻ from A to B. സിമ്പിൾ ആണ് കൺസെപ്റ്റ്. എ ഒരു സെറ്റ് ആണ്, ബി മറ്റൊരു സെറ്റ് ആണ്, എ ക്രോസ് ബി പുതിയൊരു സെറ്റ് ആണ്. ഈ എ ക്രോസ് ബി എന്ന് പറയുന്ന ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ആ സെറ്റിന് എനിക്ക് വീണ്ടും സബ്സെറ്റുകൾ എഴുതാൻ പറ്റും. ഈ എ ക്രോസ് ബിയുടെ ഓരോ സെറ്റിനെയും എയിൽ നിന്നും ബിയിലുള്ള എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പറ. റിലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഒരാള് എന്താണോ ഒരു റിലേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം: എ ഒരു സെറ്റ് ആണ് 1 2 3 4 എക്സാമ്പിൾ, ബി മറ്റൊരു സെറ്റ് ആണ് PQRS. ഈ എക്കും ബിക്കും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? എ ക്രോസ് ബി കാണാം. എങ്ങനെ? 1P 1Q 1 അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എ ക്രോസ് ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണാം. ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഒരു സെറ്റ് ആയതുകൊണ്ട് ആ സെറ്റിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സെറ്റുകൾ, ആ സെറ്റിൽ നിന്നും എനിക്ക് സബ്സെറ്റുകൾ എഴുതാൻ പറ്റും. ഈ എ ക്രോസ് ബിക്ക് നമുക്ക് കിട്ടുന്ന ഈച്ച് ആൻഡ് എവരി സബ്സെറ്റ് എന്താണോ എ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? ഇപ്പോഴും 12th കുട്ടികളുടെ നിങ്ങൾ റിലേഷൻ എന്താന്ന് ഇപ്പം എക്സാം എഴുതാൻ പോകുന്ന 11th എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ നിങ്ങൾ എന്താ ഏട്ടാ അല്ലെങ്കിൽ ചേച്ചി ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ അവര് ബബ എന്ന് പറയും. അവർക്ക് പറയാൻ അറിയില്ല, പറ്റൂല.
അപ്പൊ നിങ്ങൾ കറക്റ്റ് അങ്ങനെ ആവരുത്. അടുത്ത കൊല്ലം നിങ്ങളുടെ ഒരു ജൂനിയർ വന്നിട്ട് ചോദിക്കുകയാണ് റിലേഷൻ എന്താന്ന് പറഞ്ഞു ചേച്ചിന്ന് ചോദിച്ചാല് നമ്മൾ മാനത്തോട്ട് നോക്കരുത്. ഓക്കെ, കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. എ ഒരു സെറ്റും ബി ഒരു സെറ്റും എ ക്രോസ് ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് വേറൊരു സെറ്റുമാണ്. അപ്പൊ ഈ എ ക്രോസ് ബിക്ക് എന്താ സബ്സെറ്റുകൾ പോസിബിൾ ആണ്. ഈ പോസിബിൾ ആയിട്ടുള്ള ഓരോ സബ്സെറ്റിനെയും നമുക്ക് എന്ത് പറയാം, എ എന്ന് ബിയിലേക്കുള്ള സെറ്റ് റിലേഷൻ ആയിട്ട് പറയാം. ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, മനസ്സിലാവണ്ടാ? അല്ലാണ്ട് ഞങ്ങള് ഫോക്കസ് ഏരിയ കുട്ടികളായിരുന്നു, ഫോക്കസ് ഏരിയയിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല എന്ന് പറയരുത്, മോശമാണ് കേട്ടാ. ഓക്കെ, കാരണം നിങ്ങളൊക്കെ ഇനിയിപ്പോ മാർക്ക് കുറഞ്ഞാലും എക്സ്ക്യൂസ് വെക്കാനുള്ള പ്ലസ് വണ്ണിനൊക്കെ ഇപ്പൊ കുറച്ച് മാർക്ക് കുറഞ്ഞു വിചാരിക്കും 10ാം ക്ലാസ്സിനേക്കാളും. നിങ്ങളൊക്കെ ഇപ്പോഴേ മനസ്സിൽ കണ്ട എക്സ്ക്യൂസ് എന്താ, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, ടോപ്പിക്സ് ഒന്നും കിട്ടിയില്ല, ഫോക്കസ് ഏരിയ ഒക്കെ ആയിരുന്നു, പല പല റീസൺസ് ഇപ്പോഴേ നിങ്ങൾ കണ്ടുവച്ചിട്ടില്ലേ? ഇല്ലേ? ഉണ്ടോടോ? ഹലോ, കേൾക്കുന്നേ? പറയട്ടെ ബാക്കി. ഹലോ, ഓഡിബിൾ ആണോ? ആം ഐ ഓഡിബിൾ ടു യു പ്രോപ്പർലി? അപ്പൊ ഞാനിതാ ഇവിടെ ഒരു എയും ഒരു ബിയും എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ എ ക്രോസ് ബി എഴുതാൻ പോവാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് അറിയാമെന്ന്. 1A 1B 2A 2B. പിന്നെയോ? പിന്നെന്താ? 3A 3B. യെസ്, ഇതാണ് എ ക്രോസ് ബി എന്ന് അറിയാലോ. എത്ര എലമെന്റ്സ് ഉണ്ട്? 6 എലമെന്റ്സ്. 1A ഒരു എലമെന്റ്, 1B അടുത്ത എലമെന്റ്, അങ്ങനെ 6 എലമെന്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ താഴത്തെഴുതിയത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണോ? ആണോ? ഉറപ്പാ? കാരണം 1A എ ക്രോസ് ബിയിലുണ്ട്, 2B എ ക്രോസ് ബിയിലുണ്ട്, 3A എ ക്രോസ് ബിയിലുണ്ട്, 3B. അതായത് എ ക്രോസ് ബിയിലെ എലമെന്റ്സിനെ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ സെറ്റ് അല്ലേ താഴത്തുള്ളത്? അപ്പൊ ഇത് എ ക്രോസ് ബിയുടെ എന്താ? റിലേഷൻ. അല്ല, എ ക്രോസ് ബിയുടെ എന്താ? അപ്പൊ ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുന്നത് എന്താടോ? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലേ? അങ്ങനെ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിട്ട് എഴുതുന്ന ആരെയും ഏതൊരാളെയും എയിൽ നിന്നും ബിയിലേക്കുള്ള എന്തായിട്ട് കൺസിഡർ ചെയ്യാം? റിലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. റിലേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ ദി ക്യാപിറ്റൽ ലെറ്റർ ആർ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? എ എഴുതി, ബി എഴുതി, എ ക്രോസ് ബി എഴുതി. ആ എ ക്രോസ് ബിയിലെ ഒരു സബ്സെറ്റിനെ ഞാൻ എഴുതിയപ്പോ എനിക്ക് എന്ത് കിട്ടി? ഒരു സബ്സെറ്റ് കിട്ടുന്നുണ്ട്. ആ സബ്സെറ്റിന് എന്ത് വിളിക്കാം? റിലേഷൻ. പറ, റിലേഷൻ വിളിച്ചൂടെ? ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ എഴുതാം, ഒന്നും കൂടെ. ഇപ്പൊ ഞാൻ എഴുതിയ സബ്സെറ്റ് അല്ലേ? അപ്പൊ എന്ത് കൊടുക്കാം? എന്ത് കൊടുക്കാം? ഇത് എന്താടോ? എ ക്രോസ് ബിയുടെ എന്താ സബ്സെറ്റ്? അപ്പൊ ഉറപ്പായിട്ട് എന്ത് വിളിക്കാം? റിലേഷൻ. റിലേഷൻ എന്ന് വിളിക്കാം. ദാറ്റ്സ് ഓൾ. വേഗം എഴുതിക്കോ, നോട്ട് ചെയ്തോ. ഇല്ലല്ലേ?
എഴുതി കഴിഞ്ഞോ? വോയിസ് മ്യൂട്ട് ചെയ്യണേ. Yes, sir. എഴുതി കഴിഞ്ഞോ? പറയട്ടെ. Yes, sir. Yes, sir. മക്കളെ പറഞ്ഞോട്ടെ. യെസ് സർ പറഞ്ഞു. ഹലോ, കേൾക്കുന്നില്ലേ? നോട്ട് ചെയ്യണം. ഒരു കാര്യം നോട്ട് ചെയ്യണം. എയില് m എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ബിയില് n എലമെന്റ്സ് ഉണ്ടെന്നും വിചാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? mn എലമെന്റ്സ് ആണോ? യെസ് സർ. Yes, sir. That is, listen here. നോക്കണം. A cross B has, എഴുതണ്ട, ഒരുമിച്ച് എഴുതിയാൽ മതി. A cross B has എത്ര എലമെന്റ്സാ? Mn elements. mn എലമെന്റ്സ്. ഞാൻ ചോദിക്കട്ടെ, n എലമെന്റ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടായിരുന്നപ്പോ എത്ര സബ്സെറ്റ് ഉണ്ടാവുന്ന നമ്മൾ പഠിച്ചേ? 2 raised to n. 2 raised to n. നമ്മൾ സെറ്റ് പഠിച്ച ഓർമ്മ? ഒരു സെറ്റിൽ n എലമെന്റ് ആണെങ്കിൽ 2 raised to n സബ്സെറ്റ് ആണ് ഉണ്ടാവുക എന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടാ? Yes, sir. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എ ക്രോസ് ബിയില് mn എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എന്താണ്? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? Raised to mn. 2 raised to mn ഈക്വൽ ആയിരിക്കുമല്ലോടാ. യെസ് സർ. n എലമെന്റ് ആയപ്പം 2 raised to n സബ്സെറ്റ് ആണെങ്കിൽ mn എലമെന്റ് ആകുമ്പം 2 raised to mn സബ്സെറ്റ് ഉണ്ടാവില്ലേ? Yes, sir. ഓരോ സബ്സെറ്റും ഓരോ റിലേഷൻ ആണെങ്കിൽ 2 raised to mn സബ്സെറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര റിലേഷൻസ് ഉണ്ടാകും? പറ. 2 raised to mn. So number of relations from from A to B also equal എന്താണോ? 2 raised to mn അല്ലേ? റീസൺ എന്താ? സബ്സെറ്റിന്റെ എണ്ണവും റിലേഷൻസിന്റെ എണ്ണവും സെയിം അല്ലേ? Yes, sir. എന്താ കാരണം? എന്താണോ സബ്സെറ്റ് അതാണ് റിലേഷൻ. എ ക്രോസ് ബിയുടെ ഓരോ സബ്സെറ്റിനെയും ഓരോ റിലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തൂടെ? യെസ് സർ. സംശയമുണ്ടോ? യെസ് സർ. എന്താ പറഞ്ഞത്? m എലമെന്റ്സ് എയിലുണ്ട്, n എലമെന്റ്സ് ബിയിലുണ്ട്. അപ്പൊ എ ക്രോസ് ബിയിൽ mn എലമെന്റ്സ് ഉണ്ട്. എ ക്രോസ് ബിയിൽ mn എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ എ ക്രോസ് ബിക്ക് പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റിന്റെ എണ്ണം 2 raised to mn ആയിരിക്കും. നമ്മൾ ഇപ്പൊ പഠിച്ചു ഓരോ സബ്സെറ്റും ഓരോ റിലേഷൻ ആണ്. 10 സബ്സെറ്റ് ഉണ്ടെങ്കിൽ 10 റിലേഷൻ, 20 സബ്സെറ്റ് ഉണ്ടെങ്കിൽ 20 റിലേഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 raised to mn സബ്സെറ്റ് ഉണ്ടെങ്കിൽ എത്ര റിലേഷൻസ് ഉണ്ടാകും? 2 raised to mn. എഴുതിക്കോ, നോട്ട് ചെയ്തോ വേഗം. സർ. ഓക്കെ, കഴിഞ്ഞോ? Yes, sir. എന്നാ ഒരു ചോദ്യം തരട്ടെ ഞാൻ, നിങ്ങൾ ചെയ്യോ? സർ, Yes, sir. ഇതിന്റെ സബ്സെറ്റ് ആണോ? ആരാ? 5 ഏതിന്റെ? എ ക്രോസ് ബി. 5 എല്ലാത്തിന്റെ സബ്സെറ്റാ. ഓക്കെ, ഓക്കെ. അപ്പൊ എംപ്റ്റി റിലേഷൻ ആയിരിക്കും, റിലേഷൻ ഉണ്ടാവത്തില്ല.
മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ തരട്ടെ? Yes, sir. എഴുതണേ. ചെയ്യൂലേ? Yes, sir. വേഗം. ഓക്കെ ആണോ? കിട്ടിയോ മക്കളെ? M3 അല്ലേ? എയിലും എലമെന്റ്സിന്റെ എണ്ണം M3 അല്ലേ? Yes, sir. N4 അല്ലേ? Yes, sir. നമുക്കറിയാം നമ്പർ ഓഫ് റിലേഷൻസിന്റെ ഫോർമുല എന്താടോ? 2 raised to mn ആണ്. 2 raised to 4 into 3 അല്ലേ? അല്ലെങ്കിൽ 3 into 4. 2 raised to 12 വരില്ലേ? Yes, sir. 2 raised to 12 വരുമ്പോൾ 2048 4096 വരും. എത്രയാണ്? 12 വട്ടം മൾട്ടിപ്ലൈ ചെയ്യാണെങ്കിൽ ഐ ഹോപ്പ് യു ബി ഗെറ്റിംഗ് 4096. അപ്പൊ എയിൽ നിന്നും ബിയിലേക്ക് 4096 റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? Yes, sir. ആണോ? Yes, sir. എഴുതി കഴിഞ്ഞല്ലേ? അത് എഴുതി കഴിഞ്ഞല്ലേ? ആണോ? Yes, sir. കാണിക്കോ? ഓ കാണിക്കാം. ഓക്കെ സർ. ഇത് നമ്മൾ പറയാമോ? ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എ റിലേഷൻ. ഇതോടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഓഫ് എ റിലേഷൻ. ഒരു റിലേഷന്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ് എന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പറയട്ടെ? Yes, sir. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് first elements. It is set of first elements of ordered pairs in the relation R. R എന്ന് പറയുന്ന റിലേഷനിലെ ഓർഡേർഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷനെ വിളിക്കുന്ന പേരാണെന്നോ? പറ. Domain. ഡൊമൈൻ. എക്സാമ്പിൾ ചെയ്യാൻ മനസ്സിലാവട്ടോ. റേഞ്ച് എന്ന് പറഞ്ഞാല് ഒരു ഓള് കൊടുത്തു കേട്ടോ. ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ആയിക്കോട്ടെ. ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ. അത് ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ The second. second element. Second elements of ordered pairs in the relation R or in relation R. Okay now? Yes, sir. നമ്മൾ എക്സാമ്പിൾ, ഞാനിവിടെ റിലേഷൻ എക്സാമ്പിൾ എഴുതാണ്. 1 2 2 3 2 4 3 4
3 5 കാണുന്നുണ്ടോ? Yes, sir. അപ്പൊ ഇവിടെ എനിക്ക് ആദ്യം ഡൊമൈൻ എഴുതണം. എന്താ റിലേഷന്റെ ഡൊമൈന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ, വീണ്ടും പറഞ്ഞേ എന്താ? It is the set of all first elements of ordered pairs in the relation. റിലേഷനിലുള്ള ഓർഡേർഡ് പെയർസിന്റെ ഫസ്റ്റ് എലമെന്റിന്റെ കളക്ഷൻ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റുകൾ ആരൊക്കെയാ? 1 ഉണ്ട്, 2, 3. 2 ഉണ്ട്, 3 ഉണ്ട് അല്ലടോ. ഈ 1നെയും 2നെയും 3നെയും ഈ ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷൻ ആയിട്ടുള്ള 1നെയും 2നെയും 3നെയും നിങ്ങൾ സെറ്റ് ആക്കിയാൽ എന്ത് കിട്ടി? Domain. ഡൊമൈൻ കിട്ടി. എന്താ റിലേഷന്റെ റേഞ്ച് പറഞ്ഞേ? 2, 3, 4, 5. 2 3 4 5 എന്ന് വെച്ചാല് സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. ഡൊമൈനും പിന്നെ Range. റേഞ്ചും. ക്ലിയർ അല്ലേ? Yes, sir. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. Okay. ഫൈൻ. തൽക്കാലം ഇന്ന് അത്ര മതി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞോ? വേഗം പറ, ഞാൻ ഒന്ന് റീകോൾ ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം. എഴുതി കഴിഞ്ഞോ? Yes, sir. എഴുതാത്തവരുണ്ടോ? വേഗം എഴുതണേ. ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷന് ഡൊമൈൻ എന്നും സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷൻ റേഞ്ച് എന്നും വിളിക്കാം. ബോർഡ് എക്സാമിന് ചോദിക്കാൻ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാത്സിൽ നിങ്ങൾക്ക് കണ്ടന്റ് നിങ്ങൾ കറക്റ്റ് പഠിച്ച് ഫോളോ അപ്പ് വയ്ക്കുകയാണെങ്കിൽ +1 മാത്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് റെഗുലർ ആയിട്ട് പോയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ബാക്കി പറയട്ടെ, പുറകോട്ട് പോട്ടെ. കഴിഞ്ഞാ? Yes, sir. എഴുതാത്തവരുണ്ടോ? അപ്പൊ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഞാൻ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിൽ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് ആണ് ആദ്യം പറഞ്ഞത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണണമെങ്കിൽ നമുക്കറിയാം A ക്രോസ് B എന്നാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഓർഡേർഡ് പെയർസിനെ കളക്ട് ചെയ്യേണ്ടത്, ഓർഡേർഡ് പെയർസിനെ കളക്ട് ചെയ്യുമ്പോൾ എല്ലാ ഓർഡേർഡ് പെയർസിനെയും കളക്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് എലമെന്റ് എടുക്കേണ്ടത് ഫസ്റ്റ് സെറ്റ് എന്നും സെക്കൻഡ് എലമെന്റ് എടുക്കേണ്ടത് സെക്കൻഡ് സെറ്റ് എന്നുമാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇവിടെ A ക്രോസ് ബിയും B ക്രോസ് എയും ഞാൻ ചെയ്തിട്ടുണ്ട്. ജിയും H തന്നിട്ട് G ക്രോസ് Hും H ക്രോസ് G നമ്മൾ ചെയ്തതാണ്. P തന്നിട്ട് നമ്മൾ P ക്രോസ് Pയും P ക്രോസ് Pയും നമ്മൾ ചെയ്തതാണ്. പിന്നെ നമ്മൾ N ഓഫ് എയിൽ M എലമെന്റ്സും N ഓഫ് ബിയിൽ N എലമെന്റ്സും ആണെങ്കിൽ A ക്രോസ് ബിയിൽ M × N എലമെന്റ്സ് ഉണ്ടാവും പറഞ്ഞതാണ്. പിന്നെ റിലേഷൻ ഡിഫൈൻ ചെയ്തു നമ്മൾ. ഒരു സെറ്റ് A ഉണ്ട്, മറ്റൊരു സെറ്റ് B ഉണ്ട്. A ക്രോസ് B വീണ്ടും ഒരു സെറ്റ് ആണ്. ഈ A ക്രോസ് Bക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സെറ്റുകൾ എഴുതാൻ പറ്റും. ഈ A ക്രോസ് Bക്ക് എഴുതാൻ സാധിക്കുന്ന ഓരോ സബ്സെറ്റുകളെയും എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാം. പിന്നെ വീണ്ടും നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്തു. പോരാത്തതിന് നമ്മൾ അടുത്ത നോട്ടായിട്ട് നമ്മൾ പറഞ്ഞു, എയിൽ M എലമെന്റ്സും ബിയിൽ N എലമെന്റ്സും ഉണ്ടെങ്കിൽ A ക്രോസ് ബിയിൽ MN എലമെന്റ്സ് ആയിരിക്കും. എയിൽ നിന്നും ബിയിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിലേഷൻസിന്റെ എണ്ണം എന്തായിരിക്കും? 2⁻M ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ച് നമ്മൾ ചോദ്യം ചെയ്തു. അതിനുശേഷം ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് റിലേഷൻ ഞാൻ പറഞ്ഞു. ഡൊമൈൻ എന്ന് പറയുമ്പോൾ റിലേഷനിലുള്ള ഓർഡേർഡ് പെയർസിന്റെ ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷനെ സെറ്റിനെ നമുക്ക് ഡൊമൈൻ എന്ന് വിളിക്കാം. സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? പറ. Range. റേഞ്ച് എന്ന് വിളിക്കും. മറക്കുവോ? No, sir. സോ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഡൊമൈനും റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പം സാർ ഡൊമൈൻ ആൻഡ് റേഞ്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ മതി ട്ടാ. Yes, sir. ഹാവ് എ ഗുഡ് ടൈം. Thank you, sir. Good day, good morning to all. Thank you. Thank you.